മെഡിക്കൽ ടേംസ് മെയ്ഡ് ഈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂറോൺസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിസ്കസ് ചെയ്തിരുന്നു, ന്യൂറോൺസും ന്യൂറോഗ്ലയ അല്ലെങ്കിൽ ന്യൂറോഗ്ലയൽ സെൽസിനെ പറ്റി. ഇന്ന് നമ്മൾ ന്യൂറോൺസിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുവാണ്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഗ്ലയൽ സെൽസിനെ പറ്റിയും അവരുടെ ടൈപ്സിനെ പറ്റിയും ഫങ്ഷൻസിനെ പറ്റിയും ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇന്ന് ന്യൂറോണിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഫങ്ഷനൊക്കെ പഠിക്കാം. നമുക്കറിയാം ന്യൂറോൺസ് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും എസെൻഷ്യൽ സെൽസ് ആണ്. ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റുകളാണ് ന്യൂറോണുകൾ, അല്ലെങ്കിൽ നെർവ് സെൽസ് എന്ന് പറയും. അപ്പോൾ ഏതൊരു സെല്ലിനെ പോലെയും ഇവർക്കും സെല്ലുകളുടെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. നമുക്കറിയാമല്ലോ, എല്ലാ സെല്ലുകൾക്കും പൊതുവായിട്ട് കുറേ കോമൺ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, ഇതൊക്കെ. ഇതൊക്കെ ഒരു ന്യൂറോണിനും ഉണ്ട്. നമുക്ക് ന്യൂറോണിൻ്റെ ഒരു സെൽ ബോഡി കാണാം, സെൽ ബോഡി വിത്ത് എ ന്യൂക്ലിയസ്. സെൽ ബോഡി ഓഫ് എ ന്യൂറോൺ എന്ന് പറയുന്നത് അതിൻ്റെ എന്താ പറയുക, സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഒക്കെ ചേർന്ന ഒരു പ്രധാന ഭാഗമാണ്. അതാണ് ന്യൂറോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിനെ നമ്മൾ സെൽ ബോഡി എന്നാണ് വിളിക്കുക. കാരണം ന്യൂറോണിന് വേറെ മറ്റ് സെല്ലുകളെ പോലെ അല്ലല്ലോ, വേറെ കുറേ എക്സ്റ്റെൻഡഡ് പാർട്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ന്യൂറോണിൻ്റെ സെൽ എന്ന് നമ്മൾ പറയേണ്ട ഭാഗത്തിനെ സെൽ ബോഡി എന്നാണ് പറയുക. ഓക്കെ, വിച്ച് ഇസ് ദ പാർട്ട് കണ്ടെയ്നിങ് ദ ന്യൂക്ലിയസ് ആൻഡ് ദ സൈറ്റോപ്ലാസം. ഇതാണ് നമ്മൾ ന്യൂറോണിൻ്റെ സെൽ ബോഡി എന്ന് പറയുന്നത്. എന്നാൽ ന്യൂറോണിന് മറ്റ് സെല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേയധികം ബ്രാഞ്ചിങ് ഫൈബറുകൾ ഉണ്ടാവും. ബ്രാഞ്ചിങ് ഫൈബേഴ്സ് ആണ് ഈ ന്യൂറോണിനെ ഒരു സ്പെഷ്യൽ സെല്ലായിട്ട് മാറ്റുന്നത്. കാരണം ഇതിൻ്റെ ജോലി ചെയ്യാനായിട്ട്, അതായത് ഒരു ന്യൂറോണിൻ്റെ പ്രധാന ജോലി എന്താണ്? ഇമ്പൾസസിനെ, ഒരു ഇലക്ട്രിക്കൽ വേവ് ആയിട്ടുള്ള ഇമ്പൾസസിനെ, മെസ്സേജസിനെ ബോഡിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിനും മറ്റ് ബോഡി പാർട്സിനും ഇടയ്ക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു ഇമ്പൾസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്ന ഒരു സെല്ലാണ് ന്യൂറോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സെല്ലിൻ്റെ പ്രധാന ഭാഗങ്ങളായിട്ടുള്ള സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും കൂടാതെ കുറച്ച് ബ്രാഞ്ചിങ് ഫൈബറുകളുണ്ട്. അതുവഴിയാണ് ന്യൂറോണിലേക്ക് ഇമ്പൾസസ് വരുന്നതും അതേപോലെ ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസസ് പോകുന്നതും. അപ്പോൾ അവരെയാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. പ്രത്യേകിച്ച് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നതാണ് ഈ ഷോർട്ടായിട്ട് കാണുന്ന ബ്രാഞ്ചിങ് ഫൈബേഴ്സ്. നേരം അതിൻ്റെ കൂടെ ലോങ് ആയിട്ടുള്ള ഒരു സിംഗിൾ ബ്രാഞ്ചിങ് ഫൈബർ എന്ന് പറയുന്നതാണ് ആക്സോൺ. ഓക്കെ, ഷോർട്ടായിട്ടുള്ള ന്യൂക്ലിയസിനോടും അല്ലെങ്കിൽ സെൽ ബോഡിയോടും അടുത്ത് കാണുന്ന സ്മോളർ അല്ലെങ്കിൽ ഷോർട്ടർ ബ്രാഞ്ചിങ് ഫൈബേഴ്സിനെ നമ്മൾ എപ്പോഴും ഡെൻഡ്രൈറ്റ്സ് എന്നാണ് പറയുക. ഡെൻഡ്രൈറ്റ്സിനെ കൂടാതെ ഒരു സിംഗിൾ ലോങ് ബ്രാഞ്ചിങ് ഫൈബർ ഉണ്ട്, അതാണ് നമ്മൾ ആക്സോൺ എന്ന് പറയും. ഓക്കെ, ഡെൻഡ്രൈറ്റ്സ് എണ്ണത്തിൽ കൂടുതലുണ്ട്. ആക്സോൺ യൂഷ്വലി ഒരു ആക്സോൺ ആണ് ഉണ്ടാവുക, ലോങ് ആയിട്ടുള്ള ഒരു സിംഗിൾ ആക്സോൺ ആണ് ഉണ്ടാവുക. ഈ ഡെൻഡ്രൈറ്റ്സും ആക്സോണുമായിട്ടുള്ള വ്യത്യാസം അവർ ഷോർട്ട് ആണ് ലോങ് ആണ് എന്നുള്ളത് മാത്രമല്ല, ഒരു ഇമ്പൾസ് എപ്പോഴും ഒരു ന്യൂറോൺ വഴി കടന്നു പോകുന്നത് ഒരു പ്രത്യേക ഡയറക്ഷനിലാണ്. ഒരിക്കലും 2 വേ ആയിട്ടുള്ള ഒരു ട്രാഫിക് ഒരു ന്യൂറോണിൽ ഉണ്ടാവില്ല. ഓക്കെ, ഒരു സിംഗിൾ ന്യൂറോൺ എപ്പോഴും ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രമേ, 1 വേയിൽ മാത്രമേ ഇമ്പൾസസിനെ കൊണ്ടുപോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അറിയാം, ഡെൻഡ്രൈറ്റ്സിലും ആക്സോണിലുമുള്ള ഇമ്പൾസസിൻ്റെ ഒരു ഡയറക്ഷൻ എപ്പോഴും ഓപ്പോസിറ്റ് ആണ്. അതായത് ഡെൻഡ്രൈറ്റ്സ് എപ്പോഴും ഇമ്പൾസസിനെ കൊണ്ടുവരുന്നത് ഈ ന്യൂറോണിന് ചുറ്റുമുള്ള ന്യൂറോണുകളിൽ നിന്ന് ഇമ്പൾസസിനെ സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഒരു ഡെൻഡ്രൈറ്റിൻ്റെ ജോലി. ഇപ്പം നമുക്കറിയാം, സെൽ ബോഡിയുടെ ചുറ്റും ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ചെയ്യുന്ന എന്താണ്? ചുറ്റുമുള്ള ന്യൂറോണുകളിൽ നിന്നൊക്കെ വരുന്ന ഇമ്പൾസസിനെ ഈ സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരിക, ടുവേർഡ്സ് ദ സെൽ ബോഡി കൊണ്ടുവരുന്നവരാണ് ഡെൻഡ്രൈറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ റിസെപ്റ്റീവ് എന്ന് വിളിക്കാം. ദേ റിസീവ് ദ ഇമ്പൾസസ് ആൻഡ് ബ്രിങ് ദം ടു ദ സെൽ ബോഡി. ഇനി ആക്സോൺ ആണ് എപ്പോഴും, ആക്സോണിൻ്റെ ഒരു ഇമ്പൾസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ സെൽ ബോഡിയിലേക്ക് ഡെൻഡ്രൈറ്റ്സ് കൊണ്ടുവന്ന് സെൽ ബോഡിയിൽ എത്തിക്കുന്ന ഇമ്പൾസസിനെ സെൽ ബോഡിയിൽ നിന്ന് അടുത്ത ചുറ്റുമുള്ള ന്യൂറോണുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആക്സോൺ. ആക്സോണിൻ്റെ ഇമ്പൾസസിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എവേ ഫ്രം ദ സെൽ ബോഡിയാണ്. നേരെ മറിച്ച് ഡെൻഡ്രൈറ്റ്സ് എല്ലാം എപ്പോഴും സെൽ ബോഡിയിലേക്കാണ് ഇമ്പൾസസ് കൊണ്ടുവരിക. അപ്പോൾ ഇതാണ് പ്രധാന വ്യത്യാസം ഡെൻഡ്രൈറ്റ്സിനും ആക്സോൺ. എപ്പോഴും ഒരു ന്യൂറോൺ വരുന്നത് സെൽ ബോഡിയിലേക്ക് വരുന്നത് ഒരു
ഡെൻഡ്രൈറ്റ് വഴിയായിരിക്കും, ഏതെങ്കിലും ഒരു ഡെൻഡ്രൈറ്റ് വഴിയായിരിക്കും. ആൻഡ് ഫ്രം ദ സെൽ ബോഡി ദ ഇമ്പൾസ് ഇസ് ഗോയിങ് എവേ ഫ്രം ദ സെൽ ബോഡി ഓർ ടു ദ നൈബറിംഗ് ന്യൂറോൺസ്. എവേ ഫ്രം ദ സെൽ ബോഡി എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു ആക്സോൺ വഴിയായിരിക്കും. ഇനി ആക്സോണിൻ്റെ ടിപ്പിൽ നമുക്ക് കുറച്ച് ആക്സോണിൻ്റെ ബ്രാഞ്ചുകളെ കാണാം. അവരെയാണ് നമ്മൾ ടെർമിനൽ എൻഡ് ഫൈബേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ആക്സോണൈറ്റ്. ഇവരെ പല പേരുകളിൽ വിളിക്കാറുണ്ട്. ചിലപ്പോൾ ടെർമിനൽ ഫൈബേഴ്സ്, അല്ലെങ്കിൽ ടെർമിനൽ എൻഡ് ഫൈബേഴ്സ്, അല്ലെങ്കിൽ ആക്സോണൈറ്റ്സ് എന്നൊക്കെ പറയും. സോ ഇവരെ വഴിയാണ് ഇമ്പൾസിനെ അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഡെൻഡ്രൈറ്റ്സും ആക്സോണുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റ്സ് എപ്പോഴും റിസെപ്റ്റീവാണ്, റിസീവ് ചെയ്യുന്നവരാണ്, ഇമ്പൾസസിനെ സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരുന്നു. ആക്സോൺസ് എപ്പോഴും സെൽ ബോഡിയിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകുന്നു. ഇനി മാത്രമല്ല, ആക്സോൺസ് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, വളരെ വേഗത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ചില പ്രത്യേക സ്ട്രക്ചേഴ്സ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ കവറിങ്സ് ഒക്കെ ഉള്ള ഒരു ബ്രാഞ്ചിങ് ഫൈബറാണ് ആക്സോൺ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ തന്നെ കാണാം, ഈ റെഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ കവറിംഗ് ഉണ്ട് ആക്സോണിന്, മൈലിൻ ഷീറ്റ് എന്ന് പറയും. ഈ മൈലിൻ ഒരു ഫാറ്റി മെറ്റീരിയൽ ആണ്, ഫാറ്റാണ്, അതിൻ്റെ കളറ് വൈറ്റുമാണ്. വൈറ്റ് കളറിലുള്ള ഒരു ഫാറ്റി മെറ്റീരിയൽ ആണ് മൈലിൻ. സോ ഈ മൈലിൻ ഷീറ്റ് കൊണ്ട് ആക്സോണുകൾക്ക് കവറിംഗ് ഉണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ CNSലുള്ള ആക്സോൺസ് എല്ലാം മൈലിനേറ്റഡ് ആക്സോൺ എന്ന് പറയും. മൈലിനേറ്റഡ് മീൻസ് ദേ ഹാവ് എ കവറിംഗ് കോൾഡ് ദ മൈലിൻ ഷീറ്റ്. ഓക്കെ, ഈ മൈലിൻ ഷീറ്റിൻ്റെ ഫംഗ്ഷൻ ഈ ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, അതിന് ഇമ്പൾസ്, ആക്സോൺ വഴി പോകുന്ന ഇമ്പൾസുകളുടെ സ്പീഡ് പരമാവധി കൂട്ടുക. അതാണ് മൈലിൻ ഷീറ്റിൻ്റെ പ്രധാന ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആക്സോണിൻ്റെ ഫംഗ്ഷൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കവറിംഗ് ആണ് മൈലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു ആക്സോണിൻ്റെ എൻഡിലാണ് ടെർമിനൽ എൻഡ് ഫൈബേഴ്സ് ഉള്ളത്. സോ ഇവിടെ നിന്നാണ് ഇമ്പൾസ് അടുത്ത ന്യൂറോണിലേക്ക് കിടക്കുന്നത്. ആക്സോൺ വഴി വന്ന് ടെർമിനൽ എൻഡ് ഫൈബേഴ്സ് വഴി അടുത്ത ന്യൂറോൺ. അപ്പോൾ എപ്പോഴും നമുക്കറിയാം, സിനാപ്സസ് എന്ന് പറയുന്ന ജംഗ്ഷൻസ് ഒരു ന്യൂറോണിനും മറ്റൊരു ന്യൂറോണിനും ഇടയ്ക്കുണ്ടാവും. അവിടെയാണ് ഇമ്പൾസ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ക്രോസ് ചെയ്ത്, ഈ സിനാപ്സ് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനെ, ഒരു ഗ്യാപ്പ് ജംഗ്ഷനെ ക്രോസ് ചെയ്തിട്ടാണ് ഇമ്പൾസ് അടുത്ത ന്യൂറോണിലേക്ക് പോവുക. സോ യൂഷ്വലി നമ്മൾ പറയാറുണ്ട്, ന്യൂറോണുകൾ തമ്മിൽ ഇങ്ങനെ ടച്ച് ചെയ്തല്ല ഇരിക്കുന്നത്, അതിനിടയ്ക്ക് ഈ പറഞ്ഞ സിനാപ്സ് എന്ന് പറയുന്ന ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ക്രോസ് ചെയ്താൽ മാത്രമേ ഇമ്പൾസിന് അടുത്ത ന്യൂറോണിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അടുത്ത ന്യൂറോണിലേക്ക് കടക്കാനുള്ള ആ ഒരു ജംഗ്ഷൻ, ആ ഒരു ഗ്യാപ്പ് ജംഗ്ഷനാണ് സിനാപ്സ്. സിനാപ്സുകളിൽ ഒരു ന്യൂറോൺ അടുത്ത ന്യൂറോണിലേക്ക് പോകുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട്, ആ ഒരു ട്രാൻസ്മിഷൻ ഓഫ് ദ ഇമ്പൾസ് അക്രോസ് ദ സിനാപ്സ്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില കെമിക്കലുകൾ കാണാം. അവരെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, കെമിക്കൽസ് which are for promoting the impulse transmission across the സിനാപ്സിന് അക്രോസ് ആയിട്ട്, അല്ലേ, ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക്. അവരെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കുക. സോ എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ അസറ്റൈൽ കോളിൻ, ഡോപ്പമിൻ, സെറോട്ടോണിൻ, അഡ്രിനാലിൻ. ഇവരൊക്കെയാണ് കോമൺ എക്സാമ്പിൾസ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഒന്നുകൂടെ പറയാം, അസറ്റൈൽ കോളിൻ, ഡോപ്പമിൻ, സെറോട്ടോണിൻ, അഡ്രിനാലിൻ. ഇപ്പോൾ ഇതൊക്കെ ഏറ്റവും നമ്മുടെ ബ്രെയിനിൻ്റെയും ഒക്കെ ഫങ്ഷൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എസെൻഷ്യൽ ആയിട്ടുള്ള കെമിക്കലുകളാണ് ഇവരെല്ലാം. ഓക്കെ, ഡോപ്പമിനും സെറോട്ടോണിനും അസറ്റൈൽ കോളിനും ഒക്കെ. അപ്പോൾ ഇവർ എന്താണ്? ശരിക്കും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. സിനാപ്സിനെ ക്രോസ് ചെയ്യാൻ സഹായിക്കുന്ന പ്രത്യേകതരം കെമിക്കലുകളാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. പിന്നെ അതുപോലെ ഞാനിപ്പോൾ മൈലിൻ ഷീറ്റ് പറഞ്ഞു. മൈലിൻ ഷീറ്റാണ് പ്രധാനമായിട്ടും ആക്സോണുകളുടെ കവറിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ മൈലിൻ ഷീറ്റ് വൈറ്റ് കളറാണെന്ന് നമുക്കറിയാം. വൈറ്റ് കളറാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. സോ പൊതുവേ നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, വൈറ്റ് മാറ്റർ എന്നും ഗ്രേ മാറ്റർ എന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാം, സെൻട്രൽ ഓർഗൻസ് എന്ന് പറയുന്നത് ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. ഓൾറെഡി നമ്മളതൊക്കെ പഠിച്ചു കഴിഞ്ഞു, നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ ബ്രെയിനും സ്പൈനൽ കോഡുമാണ് CNS ഓർഗൻസ്. സോ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് കുറേ ഭാഗങ്ങളെ നമ്മൾ ഗ്രേ മാറ്റർ എന്ന് പറയുന്നു, കുറേ ഭാഗങ്ങളെ വൈറ്റ് മാറ്റർ എന്നും പറയുന്നു. ഓക്കെ, ഈ ഗ്രേ മാറ്റർ എന്ന് പറയുന്ന ബ്രെയിനിൻ്റെയോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൻ്റെയോ ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് ഗ്രേ എന്ന് അവരെ വിളിക്കുന്നത്? അവരെ ഗ്രേ ആയിട്ട് കാണപ്പെടുന്നു കാരണം അവിടെ സെൽ ബോഡികളുടെ ഒരു കോൺസെൻട്രേറ്റഡ് ഏരിയ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെൽ ബോഡിക്ക് പ്രത്യേകിച്ച് കളറൊന്നുമില്ല, വൈറ്റ് കളർ ഇല്ലല്ലോ. കാരണം ആക്സോണുകളുടെ ഭാഗത്താണ് എപ്പോഴും വൈറ്റ് കളർ, മൈലിൻ ഷീറ്റ് ഉള്ളത് കൊണ്ട് വൈറ്റ് കളർ ഉണ്ടാവുക. സോ സെൽ ബോഡികൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ബ്രെയിനിൻ്റെയോ സ്പൈനൽ കോഡിൻ്റെയോ ഭാഗങ്ങളെ നമ്മൾ ഗ്രേ മാറ്റർ എന്ന് പറയും.
ഇനി ആക്സോണൽ ഫൈബറുകൾ ധാരാളമായിട്ട് പോകുന്ന ഭാഗങ്ങളെ, അതായത് ആ ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻസ് ഒക്കെ നടക്കുന്ന ഭാഗങ്ങളെ നമ്മൾ വൈറ്റ് മാറ്റർ എന്നും പറയും. കാരണം അവിടെ വൈറ്റ് കളർ ഉണ്ടാവുന്നത് ഈ മൈലിനേറ്റഡ് ആക്സോൺസ് നിറയെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് ഏരിയാസും, ഗ്രേ മാറ്റർ ഇസ് എൻ ഏരിയ ഓഫ് കോൺസെൻട്രേറ്റഡ് ഏരിയ ഓഫ് സെൽ ബോഡീസ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ സെൽ ബോഡികൾ, ഓക്കെ, സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഒക്കെ ഉള്ള പ്രധാന ഭാഗം, ന്യൂറോണിൻ്റെ പ്രധാന ഭാഗം. സോ ഈ സെൽ ബോഡികൾ മാത്രമായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് കാണുന്ന ഭാഗമാണ് ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും ഗ്രേ മാറ്റർ. അതേപോലെ വൈറ്റ് മാറ്റർ ഓഫ് സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? മൈലിനേറ്റഡ് ആക്സോൺസ് നിറഞ്ഞ ഭാഗങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് കൂടെ ഉണ്ട്. അത് എന്തിൻ്റെ ബേസിലാണ്? ഈ മൈലിൻ ഷീറ്റ് കൊടുക്കുന്ന ആ ഒരു വൈറ്റ് കളറിൻ്റെ ബേസിസിലാണ് നമ്മളിങ്ങനെ ഗ്രേ ആൻഡ് വൈറ്റ് എന്ന് പറയുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ട് എന്ന് വെച്ചാൽ ബ്രെയിനിലെ ഈ ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്ററിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്പൈനൽ കോഡിൽ. ഇപ്പോൾ നമ്മൾ ബ്രെയിനിൽ എങ്ങനെയാണ് ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ വരുന്നതെന്ന് ചോദിച്ചാൽ, ബ്രെയിനിൽ എപ്പോഴും പുറമെയാണ് ഗ്രേ മാറ്റർ. നമ്മൾ പറയും ഇപ്പോൾ സ്കള്ളിൻ്റെ തൊട്ടടിയിലുള്ള സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയും. ബ്രെയിനിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം സെറിബ്രമാണ് ഏറ്റവും പ്രധാന ഭാഗം, ഏറ്റവും വലിയ ഭാഗം, വിച്ച് ഇസ് ജസ്റ്റ് ബിനീത്ത് ദ സ്കള്ളിൻ്റെ തൊട്ടടിയിൽ. സോ സ്കള്ളിൻ്റെ തൊട്ടടിയിലുള്ള സെറിബ്രത്തിൻ്റെ ആ പുറമെയുള്ള ഭാഗത്തിനാണ് നമ്മൾ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയും. ഈ കോർട്ടെക്സ് ആണ് ശരിക്കും ഗ്രേ മാറ്റർ. സോ ബ്രെയിനിൽ ഗ്രേ മാറ്റർ എപ്പോഴും പുറത്താണ്, ഇൻ ദ കോർട്ടെക്സ് ഓഫ് ദ സെറിബ്രം, ആൻഡ് വൈറ്റ് മാറ്റർ ഉള്ളിലാണ്. നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പോയാലേ ബ്രെയിനിൽ വൈറ്റ് മാറ്റർ എത്തുള്ളൂ. നേരെ മറിച്ച് സ്പൈനൽ കോഡിൽ ഓപ്പോസിറ്റ് ആണ്. സ്പൈനൽ കോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണ്. സ്പൈനൽ കോഡ് ഇസ് ലൈക്ക് എ കോളം, അല്ലേ, ഒരു കോഡ് പോലെ, നമ്മൾ കോഡ് ഒരു വയർ പോലെ, അല്ലേ, ഒരു ഇലക്ട്രിക് വയറൊക്കെ പോലെ. സോ സ്പൈനൽ കോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻട്രലിലായിരിക്കും ഗ്രേ മാറ്റർ, പുറമെയാണ് വൈറ്റ് മാറ്റർ. ഒരു ഇന്നർ സെക്ഷൻ ഓഫ് ഗ്രേ മാറ്ററും ഒരു ഔട്ടർ സെക്ഷൻ ഓഫ് വൈറ്റ് മാറ്ററുമാണ് നമുക്ക് സ്പൈനൽ കോഡിൽ കാണാൻ സാധിക്കുക, വിച്ച് ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ അറേഞ്ച്മെൻറ്റ് ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിൽ എപ്പോഴും പുറമെയാണ് ഗ്രേ മാറ്റർ. അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റും കൂടി പറയുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ മൈലിൻ ഷീറ്റ് നമുക്ക് എന്തായാലും CNS ഫൈബേഴ്സിൽ, CNSൻ്റെ ആക്സോൺസിൽ എപ്പോഴും നമുക്ക് മൈലിൻ കാണാം. ഇപ്പോൾ ഈ നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലുള്ള, അതായത് PNS എന്ന് പറയില്ല നമ്മൾ, പെരിഫറൽ നെർവ്സ്. സോ പെരിഫറൽ നെർവ്സിലൊക്കെ കാണുന്ന ആക്സോൺസിൽ അവിടെ ഒന്നുകൂടി പ്രൊട്ടക്ഷൻ വേണമല്ലോ. കാരണം പെരിഫറൽ എന്ന് പറയുമ്പോൾ തന്നെ വേറെ ബ്രെയിനിൻ്റെയോ സ്പൈനൽ കോഡിൻ്റെയോ ഒന്നും ഒരു കവറിങ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെരിഫറൽ നെർവുകളിൽ PNSൽ കാണപ്പെടുന്ന ആക്സോണുകൾക്ക് മൈലിൻ ഷീറ്റിന് പുറത്ത് ഒരു എക്സ്ട്രാ ഒരു കവറിങ് കൂടി ഉണ്ടാവും. അതിന് നമ്മൾ ന്യൂറിലെമ്മ എന്ന് പറയും. ഇതിൻ്റെ പുറത്ത്, അതായത് ആക്സോണുകൾക്ക് മൈലിൻ ഷീറ്റിന് വെളിയിൽ, മൈലിൻ ഷീറ്റ് ഉണ്ട് ഓൾറെഡി, അതിന് പുറമെ ഒരു എക്സ്ട്രാ കവറിങ് കൂടിയുണ്ട്. ആർക്ക്? ചില ന്യൂറോൺസ് ഓഫ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ അതിനെയാണ്, ആ ഒരു എക്സ്ട്രാ കവറിങ്ങിനെയാണ് നമ്മൾ ന്യൂറിലെമ്മ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ന്യൂറോണിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. നമ്മൾ പറഞ്ഞ പോലെ സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സും ആക്സോണുമായിട്ടുള്ള വ്യത്യാസം, ആൻഡ് അഗെയിൻ ആക്സോണിൻ്റെ കവറിങ്സ് ആയിട്ട് വരുന്ന മൈലിൻ ഷീറ്റും, അതുപോലെ അതിന് പുറത്ത് ന്യൂറിലെമ്മ. അത് നമുക്ക് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ മാത്രമേ ന്യൂറിലെമ്മ ഉള്ള ആക്സോൺസ് ഉണ്ടാവുള്ളൂ. ആൻഡ് ടെർമിനൽ എൻഡ് ഫൈബേഴ്സ്, സിനാപ്സ് ക്ലോസ് ചെയ്യാൻ സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ലൈക്ക് അസറ്റൈൽ കോളിൻ, and then why there are gray matter and white matter in the CNS. അപ്പോൾ ഇത്രയുമാണ് ന്യൂറോൺസിനെ പറ്റി. നമുക്കിനി ന്യൂറോഗ്ലയൽ സെൽസിൻ്റെ ഒരു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും കാണണം, പഠിക്കണം. പിന്നീട് നമ്മൾ ഇനിയിപ്പോൾ സെൻട്രൽ ഓർഗൻസ് അതുകൂടി ഫിനിഷ് ചെയ്താൽ നമുക്ക് സെൻട്രൽ ഓർഗൻസിലേക്ക് പോകാം. ബ്രെയിനും അതുപോലെ സ്പൈനൽ കോഡ്, പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും കവറിങ് ആയിട്ടുള്ള മെനിഞ്ചസ്. അപ്പോൾ അതിനി കമ്മിങ് അപ്പ് വീഡിയോസിൽ ഇത് മൂന്നും നമുക്ക് ചെയ്യാം. ബ്രെയിനിനെ പറ്റിയൊരു വീഡിയോ, സ്പൈനൽ കോഡിനെ പറ്റിയൊരു വീഡിയോ, ആൻഡ് ദെൻ മെനിഞ്ചസിനെ പറ്റിയൊരു വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സജഷൻസും എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ചെയ്യാൻ്റെ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയുക. വീഡിയോസ് സ്ഥിരമായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.